This call is now being recorded. Good afternoon. Good afternoon. Good afternoon. Okay, നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ലൊക്കേഷൻ അത് ഫിനിഷ് ചെയ്തു. ലൊക്കേഷൻ കംപ്ലീറ്റ് ആയി അല്ലേ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ കംപ്ലീറ്റ് ആയില്ലേ? യെസ് മിസ്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ സ്ഥാപിക്കുമ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ്, സൗകര്യങ്ങള് അല്ലെങ്കിൽ എന്തൊക്കെ സ്പേസ്, സ്ഥല പരിമിതികളാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ടത്? ഒരു ലോണ്ടറി ലിനൻ സർവീസ് കൊണ്ടുവരുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ട ഫെസിലിറ്റിയും സ്പേസ് റിക്വയർമെന്റ്സും ആണ് നമ്മൾ പറയാൻ പോകുന്നത്. The basic requirements for the department include ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ഡീകണ്ടാമിനേഷൻ ഏരിയ. എന്തായിരിക്കും ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറയുമ്പോൾ? അണുവിമുക്തമാക്കുന്ന ഏരിയ അല്ലെ? സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. അവിടെ വരുന്ന പ്രക്രിയ എന്താ? സ്ലൂയിസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കഴുകുക. ഡിസ്ഇൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അണുനാശനം അല്ലെ? അണുവിമുക്തമാക്കുക. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ മുതലായവ മൂലം സ്റ്റെയിൻ വന്നിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റ് വാഷിലേക്ക് വിടുന്നതിന് മുൻപ് അവർ അത് എന്ത് ചെയ്യുന്നുണ്ട്? കഴുകി അത് ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്നുണ്ട് അല്ലെ? ആ ഒരു അതിന് വേണ്ടിയിട്ടാണ് സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴുകി അണുവിമുക്തമാക്കുന്ന ഏരിയ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. അണുവിമുക്തമാക്കുന്ന ഏരിയ അവിടെ സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആണ് ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു ഏരിയയാണ് ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, sorting and washer loading of soiled linen. ഇനി എന്താണ് നെക്സ്റ്റ് ഒരു ഏരിയ? എന്തിനു വേണ്ടിയിട്ടാണ് വേണ്ടത്? ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്. വരുന്ന യൂസ്ഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് ഒരു ഏരിയ വേണം, സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ വേണം, അത് സോർട്ട് ചെയ്യാൻ തരംതിരിക്കാൻ ഒരു ഏരിയ വേണം, ആൻഡ് വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഇങ്ങനെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വഴി എല്ലാം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഈ പറയുന്ന യൂസ്ഡ് തുണിത്തരങ്ങള് എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീനിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഒരു ഏരിയ അവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡീകണ്ടാമിനേഷൻ ഏരിയ ആണ്. ഇവിടെ വരുന്നത് എന്തൊക്കെയാ? സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റെയിൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കറ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻ വാഷിംഗ് പ്രോസസ്സിന് മുൻപ് നമ്മൾ കഴുകി ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്നുണ്ട്. ആ ഏരിയ ആണ് ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്. അവിടെ തുണിത്തരം വരുന്ന യൂസ്ഡ് ആയിട്ടുള്ള ലിനൻസ് വരുമ്പോൾ അത് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, സോർട്ടിങ് വേർതിരിക്കാൻ അല്ലെങ്കിൽ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, വാഷറിൽ ഈ പറയുന്ന സോയിൽഡ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള തുണിത്തരങ്ങള് ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയും ഒരു ഏരിയ ഉണ്ടായിരിക്കണം. തേർഡ് വൺ ആണ് പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. ഇനി എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് വേണ്ടത്? പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ സൗകര്യം വേണം അല്ലെ? സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താ? നീരാവി. എന്തിനു വേണ്ടിയിട്ടാ സ്റ്റീം യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ സ്റ്റീം യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും?
എന്തിനു വേണ്ടിയായിരിക്കും? സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് അല്ലെ. പവർ, വൈദ്യുതി ഒക്കെ ആവശ്യം, പലതരത്തിലുള്ള മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവിടെ പവർ ആവശ്യമായിട്ടുണ്ട്, സ്റ്റീം നീരാവി ആവശ്യമായിട്ടുണ്ട്, വാട്ടർ വെള്ളത്തിന്റെ ലഭ്യതയും ആവശ്യമായിട്ടുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം. ഇനി ഈ പറയുന്ന ലിനൻസ് പ്രോസസ് ചെയ്യാനായിട്ട്, ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാനായിട്ടുള്ള, പ്രോസസിങ് ചെയ്യാനായിട്ട് ഒരു വൃത്തിയുള്ള ഒരു റൂം അതിന് വേണ്ടിയിട്ട് വേണം. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം ആവശ്യമാണ്. സ്റ്റാഫ് ഫെസിലിറ്റി, മതിയായിട്ടുള്ള ജീവനക്കാരെ അവിടെ എന്ത് വേണം? അവിടെ വർക്ക് ചെയ്യാനായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അവിടെ ഫെസിലിറ്റി എത്രത്തോളം വർക്ക് ലോഡ് കൂടുന്നു അതിനനുസരിച്ചുള്ള ജീവനക്കാരുടെ സൗകര്യങ്ങൾ ലഭ്യമാക്കുക. സിക്സ്ത് വൺ ആണ് ഏരിയ ഫോർ അയണിങ്, സ്റ്റീവിംഗ് ആൻഡ് മെയിൻറ്റെയിൻ ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ. ഈ എന്തിന്റെ ഏരിയയാണ്? അയൺ ചെയ്യാനായിട്ട്. സ്റ്റീവിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഡാമേജുകളോ ടിയേഴ്സ്, എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പിന്നലുകളോ തുണിത്തരങ്ങളിലുണ്ടെങ്കിൽ സീവ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ തുന്നി ചേർക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് മെയിൻറ്റെയിൻ, എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തുണിത്തരങ്ങളിൽ സ്റ്റിച്ച് വിട്ടുപോയിട്ടുള്ളതാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കുന്നതിന് വേണ്ടി ഒരു ഏരിയ. ആൻഡ് ക്ലോത്ത് ഡ്രൈയിങ് ഏരിയ, തുണിത്തരങ്ങൾ ഉണങ്ങുന്നതിന് വേണ്ടി ഒരു ഏരിയ ഉണ്ടായിരിക്കണം. സെവൻത് വൺ ആണ് സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് ഏരിയ. ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിറ്റർജന്റുകളാവാം, മറ്റെന്തെങ്കിലും ലിക്വിഡ്സോ കാര്യങ്ങളോ ഒക്കെ മിക്സ് ചെയ്ത് സൊല്യൂഷൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്, അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു റൂം ആവശ്യമാണ്. എയ്ത്ത് വൺ ആണ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി. എന്താണ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ? കൈ ഉപയോഗിച്ചുകൊണ്ട് പല തുണികളും നമുക്കെല്ലാം നമ്മുടെ വാഷിംഗ് മെഷീനിൽ ചിലപ്പോൾ വാഷ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ചിലത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൈ ഉപയോഗിച്ച് കഴുകേണ്ടതായിട്ട് വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളൊക്കെ നമ്മൾ ഹാൻഡ് ഉപയോഗിച്ച് കഴുകുന്നത് പോലെയുള്ള ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റികൾ ഇവിടെ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ വൺ ആണ് ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്. ഈ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വരുന്ന ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറുകൾ ആവശ്യമാണ്. ടെൻത്ത് വൺ ആണ് ക്ലീൻ ലിനൻ ഇഷ്യൂവിംഗ് കൗണ്ടർ. നല്ല വൃത്തിയുള്ള ലിനൻ ഇഷ്യൂവിംഗ് കൗണ്ടർ, ലിനൻ വിതരണം ചെയ്യാനായിട്ടുള്ള വൃത്തിയുള്ള കൗണ്ടറുകൾ ആവശ്യമാണ്. 11th വൺ ആണ് സ്റ്റോറേജ് സ്പേസ് ഫോർ ക്ലീനിങ് ഏജന്റ്സ്, സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. ഇനി എന്തിനൊക്കെ സ്റ്റോറിംഗ് സ്പേസ് വേണം? ക്ലീനിങ് വേണ്ടിയിട്ടുള്ള ഏജന്റ്, എന്താണ് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണം ഒരു ഏരിയ വേണം, സ്റ്റോറേജ് ഏരിയ. കൂടാതെ ക്ലീൻ ആക്കിയിട്ടുള്ള, വൃത്തിയാക്കി പ്രോസസ്സിംഗ് കഴിഞ്ഞ് വൃത്തിയായി വരുന്ന തുണിത്തരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഏരിയ വേണം. 12th വൺ ആണ് ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ് ലൈക്ക് വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ എക്സെട്ര. ഇനി എന്ത് വേണം? ഹെവി എക്യുപ്മെന്റ്സ്, വലിയ ഉപകരണങ്ങളായിട്ടുള്ള വാഷിംഗ് മെഷീൻസ്, സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞതിൽ വെള്ളം കളയാനായിട്ട്, പിഴിഞ്ഞ തുണിത്തരങ്ങളിലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ്. അങ്ങനെയുള്ള സ്ക്യൂസർ ആവാം, വാഷിംഗ് മെഷീൻ മുതലായിട്ടുള്ള വലിയ ഹെവി ആയിട്ടുള്ള ഉപകരണങ്ങൾ വെക്കാനായി ആവശ്യമുള്ള സ്പേസ് ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. 13th വൺ ആണ് ഡെസ്ക്, കൗണ്ടേഴ്സ് ആൻഡ് ക്യാബിനറ്റ് ടു സ്റ്റോർ ഫയൽസ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഇനി ഈ പറയുന്ന ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകള്, രജിസ്റ്ററുകൾ എല്ലാം വെക്കാനായിട്ട് അതിൻ്റെതായ ഡെസ്കുകള്, മേശകള്, അലമാരകള് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമാണ്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റികളും സ്പേസും എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. വേഗം ആ ഒരു 13 പോയിന്റ് നോക്കി, എന്തൊക്കെയാണെന്ന് നോക്കിയേ വേഗം. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? ഡീകണ്ടാമിനേഷൻ ഏരിയ അല്ലെ, അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഏരിയയാണ്. അപ്പൊ അത് നമ്മുടെ മെയിൻ വാഷിങ്ങിന് മുൻപ് ഈ പറയുന്ന തുണിത്തരങ്ങളിലെ സ്റ്റീം കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും അത് ഡിസിൻഫെക്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന യൂസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുമ്പോൾ അത് റിസീവ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ, സോർട്ട് ചെയ്യാൻ, ദെൻ വാഷിംഗ് മെഷീനിലേക്ക് ലോഡ് ചെയ്യാനായിട്ടൊരു ഏരിയ വേണം. ദെൻ വാട്ടർ ഫെസിലിറ്റി വേണം, സ്റ്റീം ഫെസിലിറ്റി അവിടെ കൊടുക്കണം, പവർ ഫെസിലിറ്റി അവിടെ ലഭ്യമായിരിക്കണം. നല്ല വൃത്തിയുള്ള ഒരു ലിനൻ പ്രോസസിംഗ് റൂം വേണം. സ്റ്റാഫ് ഫെസിലിറ്റികൾ ആവശ്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താ പറയുക? അയൺ ചെയ്യാനൊരു ഏരിയ, സ്വീവിംഗ് ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ, ക്ലോത്ത് ഡ്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ മുതലായവ ഉണ്ടായിരിക്കണം. സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനും ഏരിയ ഉണ്ടായിരിക്കണം. ഹാൻഡ് വഴി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന നല്ല വൃത്തിയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ
ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറുകൾ വേണം. ദെൻ ക്ലീൻ വൃത്തിയുള്ള ഒരു ഇഷ്യൂയിങ് കൗണ്ടർ വിതരണം ചെയ്യാനായിട്ട് ഒരു കൗണ്ടർ വേണം. ദെൻ എന്താ പറഞ്ഞ ക്ലീനിങ് ഏജൻസി സ്റ്റോർ ചെയ്യാൻ ഒരു സ്റ്റോർ റൂം വേണം. അതുപോലെ വൃത്തിയുള്ള ലിനൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു അവിടെ സ്റ്റോർ ഏരിയ ഉണ്ടായിരിക്കണം. ദെൻ എന്താ ഹെവി എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻസ്, സ്ക്യൂസർ മുതലായവയൊക്കെ വെക്കാനായിട്ടുള്ള ഇനഫ് സ്പേസ് മതിയായ ഇടം അവിടെ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പറഞ്ഞ എന്താണ് ഫയൽസ്, രജിസ്റ്റേഴ്സ് മുതലായവയൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് മേശകളോ അലമാരകളോ മുതലായിട്ടുള്ള ഐറ്റംസും ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? An efficient and effective linen and laundry services can increase patient experience and reduce the danger of cross contamination. അപ്പോ ഏറ്റവും നല്ല ഒരു ലോണ്ടറി സർവീസ്, ഒരു ഹോസ്പിറ്റൽ ഒരു ലോണ്ടറി സർവീസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താ? എപ്പോഴും ഒരു ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമായ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എങ്കിൽ ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ അനുഭവം വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെ, നല്ല രീതിയിൽ നല്ല നല്ല തുണിത്തരങ്ങൾ നമുക്ക് തരുന്നു, നല്ല വൃത്തിയുള്ള തുണിത്തരങ്ങൾ തരുന്നു. ആ ഹോസ്പിറ്റൽ മൊത്തത്തിൽ വളരെ മനോഹരമായിട്ട് കാണപ്പെടുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന അനുഭവം എങ്ങനെയായിരിക്കും? ഓരോ പേഷ്യൻസിനും ബെറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ ആ പേഷ്യൻസിന് വരുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ അനുഭവം ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നല്ലൊരു കാര്യക്ഷമമായ ഒരു ലോണ്ടറി സർവീസ് വഴി സാധിക്കുന്നുണ്ട്. ആൻഡ് റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ? മൈക്രോ ഓർഗാനിസംസ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെ അല്ലെ, പകരുന്നതിനെയാണ് നമ്മുടെ ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ക്രോസ് കണ്ടാമിനേഷൻസ് വഴിയാണ് ഇൻഫെക്ഷൻസ് പകരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വഴി ഉണ്ടാവുന്ന ഡേഞ്ചർ അല്ലെങ്കിൽ അപകടങ്ങളെ ഒരു പരിധി വരെ നമുക്ക് നല്ലൊരു ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. That it is necessary to have clean and hygienic laundry which would ensure a safe environment for patients and prevent spread of infection. അല്ലെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. It is necessary, ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം എന്താ? ഒരു ഹോസ്പിറ്റൽ വളരെ വൃത്തിയുള്ളതും ആൻഡ് ഹൈജീനിക് വളരെ ശുചിത്വപൂർണമായ ഒരു ലോണ്ടറി സർവീസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുറപ്പ് പറയാൻ പറ്റും? ആ പേഷ്യൻസിനും അതുപോലെ അവിടുത്തെ ജീവനക്കാർക്കും എല്ലാവർക്കും നല്ലൊരു സുരക്ഷിതമായ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇൻഫെക്ഷൻസ് പകരുന്നതിനെ തടയാനും അതുവഴി സാധിക്കും. ഇറ്റ് ഹെൽപ്സ്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ലോണ്ടറി സർവീസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ ലോണ്ടറി സർവീസ് എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ഓക്കെ, ഒരു 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താ? പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് പകരുന്നത് തടയുന്നു അല്ലെ, ഒന്നാമത്തെ പോയിന്റ് അതാണ്. നല്ലൊരു ലോണ്ടറി സർവീസ് ഉണ്ട്, നല്ല രീതിയിൽ ആ ലോണ്ടറി നല്ല രീതിയിൽ ആ സർവീസുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തുണിത്തരങ്ങൾ ഓരോന്നും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികളാവാം, അത് നമ്മൾ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വരുമ്പോ അതെന്ത് ചെയ്യുന്നു? ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നു അല്ലെ, അണുമുക്തമാക്കി വൃത്തിയുള്ള തുണിത്തരമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സ് നല്ല രീതിയിലുള്ള ലോണ്ടറി സർവീസുകൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് പറ്റും ഇല്ലേ, അതിന് സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഓരോ പേഷ്യൻസും കംഫർട്ടബിൾ ആയിരിക്കും അല്ലെങ്കിൽ സുഖകരമാവുന്നതും അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി വർദ്ധിപ്പിക്കാനും നമുക്ക് ഈ ഒരു നല്ല ലോണ്ടറി സർവീസ് വഴി സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പൊ നമ്മളൊരു വാർഡിൽ പോവാണ് അല്ലെങ്കിൽ ഒരു റൂമിൽ നമ്മൾ പുതിയതായിട്ട് അഡ്മിറ്റ് ആവാണ്. ആ ഒരു ബെഡിൽ കിടക്കുന്ന ബെഡ്ഷീറ്റുകളാണെങ്കിലും പില്ലോ കവർ പുതിയതായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടെയുള്ള കർട്ടൻസ് ആണെങ്കിലും മറ്റ് സ്ക്രീനുകളാണെങ്കിലും എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആവുമ്പോൾ നമുക്ക് ആ ഒരു വരുന്ന പേഷ്യൻസിന് എങ്ങനെയാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ. അതേപോലെ എന്താ? സാറ്റിസ്ഫാക്ഷൻ. അവിടെ ആ ഹോസ്പിറ്റൽ നൽകുന്ന സർവീസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക അല്ലെങ്കിൽ സംതൃപ്തരാവുകയും ചെയ്യുന്നുണ്ട്. അതിന് ഈ ഒരു ലോണ്ടറി സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈസ്തെറ്റിക് വാല്യൂ എന്ന് വെച്ചാൽ എന്താ? സൗന്ദര്യാത്മക മൂല്യം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ ഹോസ്പിറ്റൽ വളരെ വൃത്തിയുള്ളതും വളരെ ഹൈജീനിക് ആയിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഇപ്പൊ അവിടെയുള്ള കർട്ടൻസ് ആണെങ്കിലും സ്ക്രീൻ ആണെങ്കിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന തുണിത്തരങ്ങൾ എല്ലാം വളരെ മനോഹരമായിട്ട് എന്താണ് വളരെ ക്ലീൻ ആണ് വൃത്തിയുള്ള നീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്
വർദ്ധിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഫീലിങ്സ് എങ്ങനെയായിരിക്കും ആ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം? എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നുമോ ഹോസ്പിറ്റലിനോട്? തോന്നൂലേ? ആ ഹോസ്പിറ്റൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ? അത് നല്ല രീതിയിലുള്ള ഇംപ്രസീവ്, അതെ, വെരി ഗുഡ്, ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നത് അല്ലെ? വളരെ മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അത് തന്നെയാണ് ഈ എസ്തെറ്റിക് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സൗന്ദര്യാത്മക മൂല്യം. നല്ല വൃത്തിയോടുകൂടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഓരോ ഏരിയയും ആ ഹോസ്പിറ്റലിൽ ഇടുകയാണെങ്കിൽ ആ ഒരു സൗന്ദര്യം, ആ ഹോസ്പിറ്റലിലെ ഒരു മനോഹാരിത അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യത്തെ, ആ ഒരു മൂല്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ആളുകൾ നോക്കുമ്പോൾ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ മനോഹാരിത വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു നല്ല ലോണ്ടറി സർവീസ് വഴി സാധിക്കുന്നുണ്ട്. പോസിറ്റീവ് പബ്ലിക് ഇമേജ്, ആളുകളുടെ ഇടയിൽ, പബ്ലിക്കിനിടയിൽ നല്ലൊരു പൊതു ഇമേജ്, ഈ ഒരു പൊതുവായിട്ടുള്ള നല്ലൊരു ചിത്രം ആ ഹോസ്പിറ്റലിനെ പറ്റി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാണ് നല്ല ഈ ഒരു ലോണ്ടറി സർവീസ് വഴി സാധിക്കുന്നത്. അപ്പൊ ഒരു 4 പോയിന്റ്സ് എന്തിനാണ്, എന്തൊക്കെ സാഹചര്യങ്ങൾക്കാണ് ഈ ഒരു ലോണ്ടറി സർവീസ് സഹായിക്കുന്നത്? പക്ഷെ നമ്മൾ എന്താ പറയുന്നത്? ഇൻഫെക്ഷൻസ് പകരുന്നതിനെ തടയുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത് പേഷ്യൻസിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അവിടെ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുന്നതിൽ സംതൃപ്തരാകുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് എസ്തെറ്റിക് വാല്യൂ, സൗന്ദര്യാത്മക മൂല്യം. ആ ഹോസ്പിറ്റൽ വളരെ മികച്ചതായിട്ട് അല്ലെങ്കിൽ മനോഹരമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റൽ മനോഹരമായിട്ട് ഫീൽ ചെയ്യുന്നു. അതുവഴി ആ ഒരു ഓരോരുത്തരിലും ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു ലോണ്ടറി സർവീസ് സഹായിക്കുന്നുണ്ട്. നാലാമത് പറയുന്നത് പോസിറ്റീവ് പബ്ലിക് ഇമേജ്, നല്ലൊരു പൊതു ഇമേജ് ഉണ്ടാക്കി, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഈ ഒരു നല്ല ലോണ്ടറി സർവീസ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ 4 പോയിന്റ്സ്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പ്ലാനിങ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് റിലീസും. ഇനി ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊരു ലോണ്ടറി സർവീസ് കൊണ്ടുവരാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ കുറച്ച് സർവീസുകളൊക്കെ കൊണ്ടുവന്നപ്പോ അവർ എന്ത് ചെയ്തു? ഒരു ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കാൻ പോവാണ്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളെ ആശ്രയിച്ചാണ് അവര് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ ആശ്രയിച്ചാണ് അവർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകളെ ആസൂത്രണം ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റൽ എപ്പോഴും ഒരു ലോണ്ടറി സർവീസ് കൊണ്ടുവരുമ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും അത് നടപ്പിലാക്കുന്നത്. അപ്പൊ അത് എന്തൊക്കെ കാര്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ അവർ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ആശ്രയിക്കുന്നത്? നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ച്, അല്ലെ? വലിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു ചെറിയ ഹോസ്പിറ്റലാണ്, വലിയ സർവീസുകളോ കാര്യങ്ങളോ ഒന്നും അധികം കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ കൂടുതൽ വരുന്നപ്പോ ഒരു അധികം സർവീസുകളൊന്നും ഇല്ലാത്തപ്പോ അതിനനുസരിച്ചുള്ള കുറച്ച് പേഷ്യൻസ് അല്ലേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോണ്ടറി സർവീസ് വെച്ചാൽ അവർക്ക് എങ്ങനെയായിരിക്കും? ഫോർത്ത് ആൻഡ് തേർഡ് പോയിന്റോ ഇവിടെ ശ്രദ്ധിച്ചില്ലായിരുന്നോ? റോസ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലേ? ഏത് പോയിന്റ് ആണ്? ഈ തേർഡ് പോയിന്റ് ഫോർത്ത് പോയിന്റും ആണോ പറയണമെന്ന് പറയുന്നേ? തേർഡ് പോയിന്റ് നോക്കിയേ, എസ്തെറ്റിക് വാല്യൂ. നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് മിസ് ചോദിച്ചിട്ടല്ലേ അടുത്ത പോർഷനിലേക്ക് പോകുന്നത്? ക്ലിയർ ആണോ? അല്ലെ? ചോദിച്ചിട്ടല്ലേ പോകുന്നത്? നിങ്ങൾ മെസ്സേജ് അയച്ച് ഓക്കെ ആണെന്ന് കാണുമ്പോഴാണ് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പറയാതെ? നമ്മൾ പുതിയൊരു ഭാഗം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ എപ്പോഴും പറയുന്നത്. എന്തുകൊണ്ടാണ് അപ്പൊ പറയാത്തത്? കേൾക്കുന്നില്ലേ ഇവിടെ പറയുന്നത്? കേൾക്കാറില്ലേ? ഓക്കെ, ശ്രദ്ധിച്ചു. ഇവിടെ ഫോർത്ത് പോയിന്റ് ആൻഡ് തേർഡ് പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് എന്താ പറഞ്ഞേ? എസ്തെറ്റിക് വാല്യൂ അല്ലെങ്കിൽ സൗന്ദര്യാത്മക മൂല്യം. ആ ഹോസ്പിറ്റൽ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, അവിടുത്തെ എല്ലാ ലിനൻസും അല്ലെങ്കിൽ തുണിത്തരങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് അപ്പിയർ ചെയ്യുന്നു, അല്ലെ? അതുകൊണ്ട് തന്നെ നല്ലൊരു സൗന്ദര്യം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഒരു ഭംഗി വർദ്ധിപ്പിക്കാനായിട്ട് ഈ പറയുന്ന നല്ലൊരു ലോണ്ടറി സർവീസിന് സഹായിക്കുന്നുണ്ട്. ഫോർത്ത് പോയിന്റ് പറയുന്നത് എന്താ? പോസിറ്റീവ് പബ്ലിക് ഇമേജ്. നല്ലൊരു പൊതു ഇമേജ് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പബ്ലിക്കിനിടയിൽ
ലേറ്റ് ആവുന്നത് കൊണ്ടാണെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ റിപ്ലൈ ചെയ്യാലോ, അല്ലെ? കേൾക്കുന്ന സമയത്ത് അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യുക. ഓരോ ഭാഗങ്ങളും എടുക്കുമ്പോ ക്ലിയർ ആണോ എന്ന് ചോദിച്ചിട്ടാണ് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക കേട്ടാ. ഇടയിൽ ചോദിക്കുമ്പോൾ നമുക്ക് അടുത്തൊരു കണ്ടിന്യൂറ്റി എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവും കേട്ടോ. ഫോർത്ത് പോയിന്റ്, പോസിറ്റീവ് പബ്ലിക് ഇമേജ്. നല്ലൊരു പബ്ലിക് ഇമേജ് ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു പോസിറ്റീവായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ ലോണ്ടറി സർവീസ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് സ്ഥാപിക്കുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ ആശ്രയിച്ചാണ് അവർ അത് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ച്. നമ്മൾ ഹോസ്പിറ്റൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ഒന്നും അല്ല, ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. അധികം സർവീസുകളൊന്നും ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നില്ല, അധികം പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നുമില്ല. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ നമുക്ക് എന്താണ് കുഴപ്പം? അവിടെ ഒരു ലോണ്ടറി സർവീസ്, അവിടെ അത്രയും വലിയൊരു ലോണ്ടറി സർവീസ് വെക്കുന്നത് കൊണ്ട് വലിയ കാര്യമുണ്ടോ? കാരണം അധികം പേഷ്യൻസ് വരുന്നില്ല, അധികം സർവീസുകൾ അവർ കൊടുക്കുന്നില്ല. എപ്പോഴും ഒരു ലോണ്ടറി സർവീസ് നമ്മൾ സ്ഥാപിക്കുമ്പോൾ ഒരുപാട് മെഷീനറീസ് വേണം, വേണ്ടേ? ഒരുപാട് ജീവനക്കാര് വേണം, വേണ്ടേ? അങ്ങനെ ഒരുപാട് ചിലവുകൾ, അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും. ഒരുപാട് ചിലവ് ആ ഹോസ്പിറ്റലുകാർക്ക് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അവിടെ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ചെറിയൊരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അധികം പേഷ്യൻസ് വരുന്നില്ല, അധികം സർവീസുകൾ കൊടുക്കുന്നില്ല എങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ അവിടെ ലോണ്ടറി വെക്കുന്നത് കൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാവോ അല്ലെങ്കിൽ നഷ്ടമാണോ ഉണ്ടാവുക? എങ്ങനെയായിരിക്കും? ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുക? ചെറിയൊരു ഹോസ്പിറ്റൽ ആകുമ്പോ ലോസ് ആയിരിക്കും, അല്ലെ? എപ്പോഴും നഷ്ടമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ എപ്പോഴും അവർ ചിന്തിക്കുന്നത് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അവിടെ സ്ഥാപിക്കണമെങ്കിൽ അവരുടെ ഹോസ്പിറ്റലിന്റെ വലിപ്പം അവർ കൺസിഡർ ചെയ്യും. ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റലാണോ, ഒരുപാട് പേഷ്യൻസ് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് സർവീസുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലാണോ എന്നവര് ആദ്യം കൺസിഡർ ചെയ്യും. രണ്ടാമത്തത് കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ ആണ്, കൈൻഡ് ആണ്, ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ്, എങ്ങനെയുള്ള സർവീസ് ആണ് കൊടുക്കുന്നത്. ചില ഹോസ്പിറ്റലുകൾ ചിലപ്പോ അധികം വലിയ രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോ വലിയ സർവീസ്, ഇപ്പൊ കിടത്തി ചികിത്സയൊന്നും ചിലപ്പോ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണോ അത്, ഇപ്പൊ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് കൂടുതൽ ആവശ്യമുള്ള ഒരു ഹോസ്പിറ്റലാണോ, അതിന്റെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു തരമുള്ള ഒരു ഹോസ്പിറ്റലാണോ അത് എന്ന രീതിയിലുള്ള കാര്യം അവർ ശ്രദ്ധിക്കും. മൂന്നാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയസ്. നമ്മൾ അവരുടെ സമീപ പ്രദേശങ്ങളിൽ, ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഇതിന്റെ തൊട്ടടുത്ത ഏരിയ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ, ഇങ്ങനെ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് പുറത്ത് ഔട്ട്സോഴ്സിംഗ് ആയിട്ട് പുറത്ത് അങ്ങനെ ഒരു ലോണ്ടറി സർവീസ് അവരുടെ സമീപ പ്രദേശങ്ങളിൽ അങ്ങനെ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ അവൈലബിൾ ആണോ അല്ലെങ്കിൽ ലഭ്യമാണോ എന്ന കാര്യം അന്വേഷിക്കും. നാലാമതായി പറയുന്നത് വെതർ കണ്ടീഷൻസ്. ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ അവിടെയുള്ള വെതർ കണ്ടീഷൻ, ഈ കാലാവസ്ഥ എന്താണ് കണ്ടീഷൻസ് അല്ലെങ്കിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എങ്ങനെയാണ്. ലാസ്റ്റ് വരുന്നതാണ് ടൈപ്പ് ഓഫ് ക്ലിൻറ്റിലെ. ക്ലിൻറ്റിലെ എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ, ഈ കൺസ്യൂമർ ആണ് കേട്ടോ. അവിടെ വരുന്ന കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ്? അവിടുത്തെ ഉപഭോക്താക്കൾ എന്ന് പറയുന്ന ആരോ? പേഷ്യൻസ്, അല്ലെ? അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന്റെ തരം എങ്ങനെയാണ്? ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ നമുക്കറിയാം, ചിലപ്പോൾ ക്ലിനിക്കുകൾ പോലെയുള്ളതായിരിക്കും കൂടുതൽ അവർ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ എന്താ ഔട്ട് പേഷ്യൻസ് ആയിട്ട് വന്ന് പോകുന്നവരായിരിക്കാം ചിലപ്പോൾ കൂടുതൽ. അവിടെ ചിലപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസ് കുറവാവാം. അപ്പൊ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അവിടെ വെക്കുന്നത് കൊണ്ട് ഉപകാരമുണ്ടോ? ഇല്ല, അവർക്ക് എപ്പോഴും നഷ്ടമല്ലേ ഉണ്ടാവുന്നത്. അവരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും? ആ ഹോസ്പിറ്റലിന്റെ സൈസ് അല്ലെങ്കിൽ വലിപ്പം എങ്ങനെയാണ്, ആ ഹോസ്പിറ്റലിലെ തരം എങ്ങനെ, ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണത്, ആ ഒരു ഹോസ്പിറ്റലിലെ ചുറ്റുപാടും അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകളുടെ ലഭ്യത എങ്ങനെയാണ്, വെതർ കണ്ടീഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ഉപഭോക്താക്കളാണ് അവിടെ വരുന്നത് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്ത് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഒരു ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുന്നത്. ക്ലിയർ ആണോ? ആ പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Next, okay, mechanized laundry service has been established as the best method for washing linen.
ഇനി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, അതായത് ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും നമുക്ക് ഏറ്റവും ഒരുപാട് തുണിത്തരങ്ങൾ ഉണ്ടാവും അല്ലെ, അപ്പൊ അതെല്ലാം നമുക്ക് ഹാൻഡ് വെച്ച് വാഷ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ എപ്പോഴും മെഷീൻസ് ഉപയോഗിച്ച്, അതാണ് മെക്കനൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലോണ്ടറി സർവീസുകളാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് ലിനൻസ് വാഷ് ചെയ്യാൻ, അല്ലെങ്കിൽ തുണിത്തരങ്ങൾ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് പറയുന്നത് മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലോണ്ടറി സർവീസുകൾ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഓൺലി കൺവീനിയന്റ് ബട്ട് സേഫ്, dependable and cheaper when compared with other methods. ഇത് ഒരിക്കലും നമുക്ക് കൺവീനിയന്റ്, വളരെ സുഖകരമാണ്, അല്ലെങ്കിൽ നമുക്ക് കൺവീനിയന്റ് ആണ് അല്ലെ, സൗകര്യപ്രദമാണ്. അത് മാത്രമല്ല കാര്യം, വളരെ സുരക്ഷിതമാണ്, വിശ്വസനീയമാണ്, ആൻഡ് ചീപ്പർ അല്ലെ, വളരെ വില കുറവുമാണ് when compared with the other methods. മറ്റു മെത്തേഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ സൗകര്യപ്രദം മാത്രമല്ല, വളരെ സുരക്ഷിതവും വിശ്വസനീയവും വിലക്കുറവിലും നമുക്ക് ലഭ്യമാകുന്നത് കൊണ്ടാണ് ഇത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് പറയുന്നത്. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ് ലിനക്സ് വാഷ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് പറയുന്നത്? ഏത് സർവീസ് ആണ്? എങ്ങനെയാണ്? മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് ആണ്. മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലോണ്ടറി സർവീസുകളാണ് വാഷിംഗ് ലിനക്സിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? എത്രയും ഭാഗം നോക്കിയാണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി, why are administrators choosing to outsourcing? എന്താണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഔട്ട്സോഴ്സിനെ ചൂസ് ചെയ്യുന്നത്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചല്ലോ, എന്താണ് ഹൗസ് കീപ്പിംഗിൽ പഠിച്ചില്ലേ? ഔട്ട്സോഴ്സിംഗ് എന്താണ് പഠിച്ചില്ലേ? എന്താണ് ഒരു ഔട്ട്സോഴ്സിംഗ്? കോൺട്രാക്ട് ബേസിൽ അല്ലെങ്കിൽ കരാറുകളിൽ ഏർപ്പെട്ട് മറ്റുള്ളവരെ, ഹോസ്പിറ്റലിലുള്ള ആളുകളല്ല നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് അല്ലെങ്കിൽ കരാറുകൾ കൊടുത്ത് പുറത്തുള്ള ആളുകളെ ആ ജോലി ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മുടെ വീടുകളിലാണെങ്കിലും ഇപ്പൊ നമ്മൾ എല്ലാവരും ജോലിക്കാരാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവർക്കും എന്താണ്, ഒരുപാട് ഡ്രസ്സ് കലക്കാനുണ്ട്, നമുക്ക് സമയമൊന്നുമില്ല, എല്ലാവരും ഭയങ്കര ബിസിയാണെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുക? നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എന്താ ചെയ്യാം? സമയമൊന്നുമില്ല, അല്ലെങ്കിൽ സമയമൊന്നുമില്ല, എല്ലാ ദിവസവും അവിടെ കൂട്ടി വയ്ക്കോ? ഒട്ടും സമയം കിട്ടുന്നില്ല, എല്ലാവരും ബിസിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹെൽപ്പറെ വെക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഹെൽപ്പറെ ഒന്നും വെക്കാൻ പറ്റുന്നില്ലെങ്കിലോ എന്ത് ചെയ്യും? പുറമേ കൊടുക്കാറുണ്ടോ? കൊടുക്കാറില്ലേ? പുറത്ത് കൊടുത്ത് ചെയ്യാറില്ലേ? അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തുള്ള കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുത്തി ആളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യാം? പുറത്തുള്ള ആളുകൾക്ക് ഈ ജോലി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഡ്രൈ ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ ഇവിടെ വെക്കുന്നില്ല, പകരം എന്ത് ചെയ്യും? പുറത്ത് കൊടുത്ത് നമ്മൾ അത് ചെയ്ത് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെ അത് ഏൽപ്പിക്കുന്നു, ആ ജോലി ഏൽപ്പിക്കുന്നു. അതാണ് ഔട്ട്സോഴ്സിംഗ്. നോക്കിയേ, ഹാവിംഗ് എ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ലേബർ. അപ്പൊ നമുക്കൊരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ സ്ഥാപിക്കണമെങ്കിൽ ലോട്ട് ഓഫ് ലേബർ, ഒരുപാട് ജീവനക്കാർ വേണം. വേണ്ടേ? അഡ്വാൻസ്ഡ് മെഷീനറീസ് അല്ലെ, പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂതന മെഷീനറീസ് അല്ലെങ്കിൽ യന്ത്രങ്ങൾ ആവശ്യമാണ്, മെറ്റീരിയൽസ് ആവശ്യമാണ്, ഒരുപാട് ചിലവും വരും ഇല്ലേ? അതുകൊണ്ട് തന്നെ മെഡിക്കൽ ലിനൻസ് എന്നാണ് കേട്ടോ അവിടെ. മെഡിക്കൽ ലിനൻസ് ആർ ഓൾവേസ് എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഡേഞ്ചറസ് മെറ്റീരിയൽ. നമ്മുടെ മെഡിക്കൽ ലിനനിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള മെഡിക്കൽ പരമായിട്ടുള്ള ഈ ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും അല്ലെങ്കിൽ ഡേഞ്ചറസ് മെറ്റീരിയൽസിനോടൊക്കെ എക്സ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ വിധേയമായിട്ടുള്ള തുണിത്തരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇഫ് ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ആർ നോട്ട് ഫോളോഡ്, ശരിയായ പ്രൊസീജിയറിൽ ഇത് ക്ലീൻ ചെയ്തെടുത്തില്ല എങ്കിൽ ഇറ്റ് വുഡ് ഹാവ് എ മേജർ എഫക്ട് ഓൺ ദ ക്വാളിറ്റി ഓഫ് സർവീസസ് പ്രൊവൈഡഡ്. അവിടെ കൊടുക്കുന്ന സർവീസുകളെ ഇത് ദോഷകരമായിട്ട് ബാധിക്കും അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള ഒരു ലോണ്ടറി സർവീസ് അല്ല ചെയ്യുന്നത്, ഈ പറയുന്ന തുണിത്തരങ്ങൾ ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് കൂടുതലാണ്, ഡേഞ്ചറസ് മെറ്റീരിയലുമായിട്ട് കോൺടാക്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഈ പറയുന്ന ഓരോ മെറ്റീരിയൽസും നന്നായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ വൃത്തിയാക്കിയില്ല എങ്കിൽ അത് അവിടെ കൊടുക്കുന്ന സർവീസുകളെ ദോഷകരമായിട്ട് അതുവഴി ബാധിക്കും.
അല്ലെ? അപ്പൊ കൊടുക്കുന്ന സർവീസുകളിൽ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അവിടെ തുണിത്തരങ്ങൾ കൊടുക്കുന്നു, നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് അത് ഡിസിൻഫെക്ടിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുവഴി അത് പിന്നെയും ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതുവഴി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പല ഇൻഫെക്ഷൻസും വരാൻ സാധ്യതയുണ്ട്. അത് ആ ഹോസ്പിറ്റലിന്റെ സർവീസിനെ വളരെ ദോഷകരമായി ബാധിക്കുന്നു. When a professional medical laundry service of an external agency is to handle hospital linen with a high level of care as per the specialized needs, it is known as outsourcing. എന്താണ് ഒരു ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്? When a professional medical laundry, നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പൊ നമ്മൾ ഒരു പുറത്ത് കൊടുക്കുന്നതാണോ അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളല്ലേ ഇത് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നമ്മുടെ വീടുകളിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പുറത്ത് കൊടുക്കുമ്പോൾ കിട്ടാറില്ലേ? നിങ്ങൾക്ക് നമ്മൾ പുറത്ത് കൊടുക്കുമ്പോഴല്ലേ കുറച്ചുകൂടി നമ്മുടെ വീടുകളിൽ നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഏജൻസി ഈ ഒരു സർവീസ് നമുക്ക് ചെയ്തു തരുന്നു, അല്ലെ? അതെ, ഒരു എക്സ്റ്റേണൽ ഏജൻസി വളരെ പ്രൊഫഷണൽ ആയിട്ട് ഉള്ള മെഡിക്കൽ ലോണ്ടറി സർവീസ് ആണ് ഈ എക്സ്റ്റേണൽ ഏജൻസി നമുക്ക് നൽകുന്നത്. അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു പുറമേ ഉള്ള ഒരു ഏജൻസി ഈ പറയുന്ന സർവീസുകൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ചെയ്തു തരുന്നു, അല്ലെ? ഈസ് ടു ഹാൻഡിൽ ഹോസ്പിറ്റൽ ലിമിറ്റ്സ്. അപ്പൊ ഒരു ഹോസ്പിറ്റല് അവിടെയുള്ള തുണിത്തരങ്ങള് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഏജൻസി, എക്സ്റ്റേണൽ ഏജൻസിയെ ഏൽപ്പിക്കുകയും അവരെ നമുക്ക് നല്ല രീതിയിലുള്ള ലോണ്ടറി സർവീസുകൾ നൽകുകയും ചെയ്യുന്നു. വിത്ത് എ ഹൈ ലെവൽ ഓഫ് കെയർ ആസ് പെർ ദ സ്പെഷ്യലൈസ്ഡ് നീഡ്സ്. ആ ഹോസ്പിറ്റല് എന്തൊക്കെ ആവശ്യങ്ങളാണോ പറയുന്നത്, ചിലപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ന രീതിയിലുള്ള ക്വാളിറ്റിയിൽ നമുക്ക് തരാം, ഇത്ര സമയത്തിനുള്ളിൽ തരാം, അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യകതകൾക്കെല്ലാം അനുസരിച്ചുള്ള ഹൈ ലെവൽ ഓഫ് കെയർ, ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം അല്ലെങ്കിൽ കെയർ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ലോണ്ടറി സർവീസുകൾ ചെയ്തു തരുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ നമ്മൾ വിളിക്കുന്നതാണ് ഔട്ട്സോഴ്സിംഗ്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രാക്ടിക്കബിലിറ്റി. ഇത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? പ്രാക്ടിക്കബിലിറ്റി അല്ലെങ്കിൽ പ്രായോഗികതയെ അടിസ്ഥാനമാക്കി സൈസ്. ഒരു ഹോസ്പിറ്റലിന്റെ പ്രായോഗികത, ഒരു ഹോസ്പിറ്റലിൽ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ടോ, അല്ലെ? പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചിന്തിക്കണം, ആ ഒരു ആവശ്യകതയുണ്ടോ, അവിടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട്, അതുപോലെ ആ ഹോസ്പിറ്റലിന്റെ എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു ഔട്ട്സോഴ്സിംഗ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ല, ചെറിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ വലിപ്പം വളരെ ചെറുതാണ്, അതുപോലെ തന്നെ അവിടെ ഒരു ലോണ്ടറി സർവീസ് ഇപ്പൊ പ്രാക്ടിക്കബിൾ ആയിട്ട് ആവശ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ലോണ്ടറി സർവീസ് എപ്പോഴും സ്ഥാപിക്കുമ്പോൾ ഒരുപാട് ചിലവാകുന്നുണ്ട്. ഒരുപാട് ജീവനക്കാർ വേണം, ഒരുപാട് മെഷീൻസ് വേണം, ഒരുപാട് മെറ്റീരിയൽസ് വേണം, ഒരുപാട് ചിലവ് അതിനാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ലോണ്ടറി സർവീസിന്റെ ആവശ്യം ആ ഹോസ്പിറ്റലിൽ പകരം അവരെന്ത് ചെയ്താൽ മതി, ഇങ്ങനെയുള്ള ഔട്ട്സോഴ്സിന് ആ ജോലി ഏൽപ്പിച്ചു കൊടുത്താൽ മതി, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഏജൻസികൾക്ക് ഈ പറയുന്ന ജോലികൾ അവർ എന്ത് ചെയ്യുന്നു, ഏൽപ്പിച്ചു കൊടുക്കുന്നു. By selecting a laundry service, administrators have to consider the following factors. ഇനി ഒരു ലോണ്ടറി സർവീസ്, ഒരു ഔട്ട്സോഴ്സിംഗ് ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഔട്ട്സോഴ്സിംഗ് സെലക്ട് ചെയ്യുമ്പോൾ അവർ കൺസിഡർ ചെയ്യുന്നത്? ഫസ്റ്റ് വണ്ണാണ് സർവീസ് ക്വാളിറ്റി. ഇപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തിൽ ഒരു 2-3 ഏജൻസികളുണ്ട്, ഇങ്ങനെ ഔട്ട്സോഴ്സിംഗ് ചെയ്ത് കൊടുക്കുന്ന ഏജൻസികളുണ്ട്, അല്ലെങ്കിൽ ലോണ്ടറി സർവീസുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു 2-3 ഏജൻസികളുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ ഏത് ആളെ സെലക്ട് ചെയ്യണം? നമ്മളാണെങ്കിലും ഏറ്റവും നല്ല ആളെല്ലാം സെലക്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും, ഈ പറയുന്ന 3 കൂട്ടരുണ്ടെങ്കിൽ ആ 3 കൂട്ടരുടെ സർവീസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എങ്ങനെയാണ് എന്ന് കൺസിഡർ ചെയ്യും. എന്ന് നോക്കിയിട്ട് നല്ല സർവീസ് കൊടുക്കുന്ന ആരാണോ അങ്ങനെ സെലക്ട് ചെയ്യും, അല്ലെ? അതുപോലെ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, അവരുടെ സർവീസിന്റെ പ്രശസ്തി എത്രത്തോളം ഉണ്ട്, എത്ര നാള് മുതൽ ഇവർ ആ ഒരു സർവീസ് ചെയ്യുന്നുണ്ട്, ഇനി ഇവർ ചെയ്യുന്ന സർവീസുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ, മികച്ചതായിട്ടാണോ ചെയ്യുന്നത്, അവരുടെ ആ ഒരു സർവീസിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി എത്രത്തോളം ഉണ്ട് എന്ന രീതിയിലും ആണ് ഒരു ഏജന്റിനെ കൺസിഡർ ചെയ്യുന്നത്. 2 കാര്യം നമ്മളിപ്പോ പറഞ്ഞു. ആ ഒരു സർവീസിന്റെ ക്വാളിറ്റി നോക്കും, അതുപോലെ തന്നെ ആ സർവീസിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി എത്രത്തോളം ഉണ്ട് എന്ന കാര്യവും നോക്കി.
വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. മൂന്നാമതായിട്ട് പ്രൈസിങ് ആൻഡ് എക്വിപ്മെന്റ് യൂസ്ഡ്. ആദ്യം അവിടെ എന്ത് ചെയ്യാം, പ്രൈസിങ് നോക്കാം. നമ്മൾ അവിടെ ഏറ്റവും നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് എങ്ങനെയാ, ഏറ്റവും വില കുറവില് നല്ല സർവീസ് തരുന്ന ആളുകളെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും പ്രൈസിങ് എങ്ങനെയാണ് അവിടെ വില ഇടുന്നത്, ഓരോ തുണികൾക്കും എത്ര എത്ര രൂപയ്ക്കാണ് ഇവർ നമുക്ക് ചെയ്തു തരാൻ പോകുന്നത്, ഏറ്റവും വില കുറവുള്ളതും. അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളാണോ ഉപയോഗിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഏജൻസിയെ ആയിരിക്കും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? 3 പോയിന്റ് ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്ത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇനി ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസ് ഒരു ഹോസ്പിറ്റല് എടുക്കുമ്പോൾ അതുവഴി അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ ഇതൊക്കെയാണ്. ഒരു ഔട്ട്സോഴ്സിംഗ് സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നോക്കിയേ. മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ. എന്താണ് മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും ഒരു ഫലപ്രദമാണ് കൂടുതൽ ചിലവ് കുറഞ്ഞൊരു പരിഹാര മാർഗമായിട്ട് അവർക്ക് കാണാം അല്ലെ. ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റൽ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഒരുപാട് തുക ചെലവാവില്ലേ. അതേസമയം ഒരു ഔട്ട്സോഴ്സിംഗിൽ കൊടുത്ത് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അവർക്ക് അത്രയും തുക ചെലവാക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അതാണ് മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ രീതിയിൽ ഉള്ള അല്ലെങ്കിൽ കൂടുതൽ മോറാണ്, കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കുറഞ്ഞ ചിലവേ നമുക്ക് അവിടെ വരുന്നുള്ളൂ അല്ലെ. അങ്ങനത്തെ ഒരു പരിഹാര മാർഗമായിട്ട് നമുക്കിവിടെ ഔട്ട്സോഴ്സിംഗിനെ കാണാം. ഒരുപാട് തുക അവർക്ക് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുന്നതിൻ്റെതായ ഒരുപാട് തുക അവർക്ക് ചെലവാക്കേണ്ടതായിട്ട് വരുന്നില്ല. അവിടെ ആ സർവീസ് ചെയ്യുന്നതിന്റെ തുക മാത്രം ഇവർക്ക് അത് കൊടുത്താൽ പോരെ. ഒരു ഔട്ട്സോഴ്സിംഗ് ചെയ്യുമ്പോൾ അവരൊരു നല്ല രീതിയിലുള്ള ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കുറഞ്ഞ ചിലവിലുള്ള ഒരു പരിഹാര മാർഗമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. അവർ കൊടുക്കുന്ന ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ കാര്യക്ഷമതയും പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ പുറത്തു കൊടുത്ത് നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസി അതൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ തുണിത്തരങ്ങളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ. നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്നത് പുറത്തു കൊടുത്ത് ചെയ്യുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ ആ ഹോസ്പിറ്റൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി വളരെ എഫിഷ്യന്റ് ആയിട്ടും പ്രൊഡക്ടിവിറ്റി എന്നാൽ ഉൽപാദനക്ഷമതയോടുകൂടിയും നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് വഴി അവർ കൊടുക്കുന്ന ഫെസിലിറ്റികളെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ മെച്ചപ്പെടുത്താനായിട്ട് നമുക്കത് സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് വരുന്നതാണ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡർ. നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം മെച്ചപ്പെടുത്താൻ ഇതുവഴി സാധിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന നല്ല നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആ കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളിലും ക്വാളിറ്റിയിലും ഗുണമേന്മ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ 3 അഡ്വാൻറ്റേജസ് ആണ് ഔട്ട്സോഴ്സിംഗിന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ. ഏറ്റവും കൂടുതൽ ചിലവ് കുറഞ്ഞൊരു പരിഹാര മാർഗമായിട്ട് നമുക്ക് ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഔട്ട്സോഴ്സിംഗിന് കൊടുക്കുന്നത് വഴി സാധിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. നമ്മൾ കൊടുക്കുന്ന ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സൗകര്യങ്ങളിലെ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും ഇതുവഴി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായി പറയുന്നത് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡർ. നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം മെച്ചപ്പെടുത്താനായിട്ട് ഇതുവഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റൽ ലിനൻസിനെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? ഓക്കെ, 4 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, തരംതിരിക്കാം. ഫസ്റ്റ് വൺ ആണ് ജനറൽ പർപ്പസ് ലിനൻ. ജനറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ. അതിൽ പറയുന്ന കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ഈ 4 എണ്ണത്തിന്റെയും പേര് പഠിച്ചു വെക്കണം. അതിൽ ഉൾപ്പെടുന്ന തുണിത്തരങ്ങൾ ഏതൊക്കെയാണ് അതും നോക്കി വെക്കണം കേട്ടോ. അപ്പൊ 4 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാ? ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത് കർട്ടൻസ്, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത് എക്സെട്ര. നമ്മൾ ഏറ്റവും ജനറൽ ആയിട്ട് ഹോസ്പിറ്റലിൽ കാണുന്ന സാധനങ്ങൾ തന്നെ അല്ലെ. കർട്ടനുകള്, സ്ക്രീന്, ടേബിൾ ക്ലോത്ത് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത്.
രണ്ടാമത്തതാണ് പേഷ്യന്റ് ലിനൻ. പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഗൗൺസ്, കോട്ട്സ് എക്സെട്ര. പേഷ്യൻസ് ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് അല്ലെ, ഏതൊക്കെയായിരിക്കും? ഗൗണുകള്, കോട്ടുകള് മുതലായിട്ടുള്ളവയാണ് പേഷ്യന്റ് ലിനനിൽ വരുന്നത്. തേർഡ് വൺ ആണ് വാർഡ് ലിനൻ. വാർഡിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് ഏതൊക്കെ വരാം? ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവറ് മുതലായിട്ടുള്ള വാർഡിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാണ് വാർഡ് ലിനനിൽ വരുന്നത്. നാലാമത്തതാണ് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. അതിലേതൊക്കെ വരാം? സർജിക്കൽ ഗൗണ്, നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗൗണുകള്. സ്ക്രബ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടേഴ്സ് ഇടുന്ന ഡ്രസ് കണ്ടിട്ടുണ്ടോ? സ്ക്രബ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രബ് സ്യൂട്ട് കണ്ടിട്ടുണ്ടോ? മനസ്സിലായോ എന്തിയാന്ന്? മനസ്സിലായോ? ഒരു പാന്റും ഷർട്ടും പോലത്തെ ഒരു രീതിയിലുള്ള ഒരു ഇപ്പൊ പുതിയതായിട്ട് ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും സ്ക്രബ് സ്യൂട്ട് തന്നെയാണ് അല്ലെ. ഒരേ കളറിലുള്ള പാന്റും ഷർട്ടും മോഡൽ ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കുറെ പേര് അതുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ അവർ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള സ്ക്രബ് സ്യൂട്ടുകൾ യൂസ് ചെയ്യും. അല്ലാതെയും ഇപ്പൊ അവര് സ്ക്രബ് സ്യൂട്ട് പോലെയുള്ള തന്നെയുള്ള യൂണിഫോംസും അങ്ങനത്തെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടോ? സ്ക്രബ് സ്യൂട്ട് ഉള്ള രീതിയിലുള്ള സ്ക്രബ് സ്യൂട്ട് പോലത്തെ യൂണിഫോംസ് ഇപ്പൊ കൂടുതൽ പേര് ആൾക്കാരുണ്ട്. കുറെ പേര് റീൽസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ അതിന് അങ്ങനത്തെ ഡ്രസ് ഒക്കെ ഇട്ടിട്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മുൻപ് നമ്മുടെ ഡോക്ടേഴ്സ് ഇടുന്ന പോലത്തെ യൂണിഫോം അല്ല കേട്ടോ. പുതിയതായിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് അങ്ങനത്തെ യൂണിഫോംസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ക്രബ് സ്യൂട്ടുകള്, ഗൗൺ ക്യാപ്പുകള്, അപ്പൊ അതൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്നവയല്ലേ. അപ്പൊ അങ്ങനെയുള്ളവയ്ക്ക് ഏതിൽ വരുന്നതാ? ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂമിൽ തന്നെ വരുന്നതാണ്. അപ്പൊ 4 ക്ലാസിഫിക്കേഷൻ ആണ് ഹോസ്പിറ്റൽ ലിനന്റെ. ഏതൊക്കെയായിരുന്നു? ജനറൽ പർപ്പസ് ലിനന്, പേഷ്യന്റ് ലിനൻ, വാർഡ് ലിനൻ, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. ഈ 4 എണ്ണവും നിങ്ങൾ പേര് പഠിച്ചു വെക്കുക. അതിനുള്ളിൽ വരുന്ന ക്ലോത്തിങ് മെറ്റീരിയൽസ് ഏതാണെന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? 4 എണ്ണം സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഒന്നും എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും ഒന്നുമില്ല. എല്ലാം ആ ഒരു പേരിൽ നമ്മൾ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ. Proper healthcare laundry procedures and disinfecting are very important to infection control and prevention of spread of diseases. ഇനി എന്താ? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ലോണ്ടറി പ്രൊസീജിയേഴ്സ് ആൻഡ് ഡിസിൻഫെക്ടിങ് അല്ലെങ്കിൽ അണുനശീകരണം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയാണ്? ഹോസ്പിറ്റലിൽ വരുന്ന ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനോ അവിടെ വരുന്ന ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങളെ പകരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടും ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നല്ല ശരിയായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ലോണ്ടറി പ്രൊസീജിയറുകളും ഡിസിൻഫെക്ടിങ് ചെയ്യുക എന്നതും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ക്യാരി ഔട്ട് ഹെൽത്ത് കെയർ ലോണ്ടറി ഗൈഡ്ലൈൻസ് ടു മേക്ക് ഷുവർ ദാറ്റ് സ്റ്റാഫ് ഹാവ് ദ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി. അതുകൂടാതെ അവിടെ വരുന്ന പേഷ്യൻസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊട്ടക്ഷൻ കൊടുക്കുക മാത്രം പോലെ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ഹെൽത്ത് കെയർ ലോണ്ടറി ഗൈഡൻസ് അല്ല ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ലോണ്ടറിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അവിടെ സ്ഥാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തുറപ്പുവരുത്താൻ സാധിക്കണം? അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും ശരിയായ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണവും സുരക്ഷിതത്വവും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. ഏറ്റവും കൂടുതൽ അവിടെ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് ജീവനക്കാർ തന്നെയാണ്. അവർക്ക് അവിടെ ഉള്ള എന്ത് ചെയ്യണം? പ്രൊട്ടക്ഷനും സേഫ്റ്റിയും അവരുടെയും ഉറപ്പുവരുത്തണം. ഇനി അവരുടെ സേഫ്റ്റിയും സുരക്ഷയും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് കോമൺ പ്രാക്ടീസസ്? പൊതുവായി നമ്മൾ ചെയ്യുന്ന കുറച്ച് രീതികളുണ്ട് അവരുടെ സേഫ്റ്റിക്കും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി ഒരു 5 പോയിന്റ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് യൂസ് ഓഫ് PPE. എന്താണ് PPE? പഠിച്ചിട്ടില്ലേ? വേറെ ക്ലാസ്സുകളൊക്കെ ഓരോ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ PPE. എന്താണ് PPE? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഡഡ് ഫോം ആണ് കേട്ടോ PPE. കാരണം മിക്ക ചാപ്റ്ററുകളിൽ നമ്മൾ പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇതാണ് PPE എക്സ്പാൻഡഡ് ഫോം. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു ചാപ്റ്ററിലല്ല ഏതൊരു ചാപ്റ്ററിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PPE എന്ന് പറയുന്ന ചാപ്റ്ററുകളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ PPE എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. അപ്പൊ യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇതിനു വേണ്ടി അവിടെയുള്ള ജീവനക്കാർ ഇങ്ങനെയുള്ള PPE
PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ പ്രൊട്ടക്ഷൻ അല്ലെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷസ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യണം, പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ PPEs അവർ ഉപയോഗിച്ചിരിക്കണം സ്റ്റാഫുകൾ. രണ്ടാമത് ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ, ഇങ്ങനെ കറ പറ്റിയ തുണിത്തരങ്ങൾ, ഇപ്പൊ യൂസ്ഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീടുകളിൽ നിങ്ങൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ഓരോ റൂമിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാ കൊണ്ടുവരിക? അലക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാ കൊണ്ടുവരുന്നേ? എങ്ങനെയാണ് കൊണ്ടുവരാറ്? എങ്ങനെ കൊണ്ടുവരും? ബാസ്കറ്റിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ ചിലവരോ ബാസ്കറ്റിൽ മാത്രമാണ് എല്ലാവരും കൊണ്ടുവരുന്ന ബാസ്കറ്റിലാണോ? ആണോ? ആരും അലക്കാറൊന്നുമില്ലേ വീട്ടില്? ആരും ഇതൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ ചെയ്യാത്ത പണിയാണ് മിസ് എന്നാണ് പറയുന്നത്. ഹാൻഡ് വഴി കൊണ്ടുവരാറുണ്ട് അല്ലെ? മിക്കവരും എന്ത് ചെയ്യും, ചിലപ്പോൾ കുറച്ച് തുണിയൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൈ കൊണ്ട് എടുത്ത് കൊണ്ടുവരും അല്ലെ? അപ്പൊ എപ്പോഴും നമ്മുടെ വീടുകളിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ ഹോസ്പിറ്റലിൽ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, കൈകൾ ഉപയോഗിച്ച് ഈ പറയുന്ന തുണിത്തരങ്ങള് കൊണ്ടുവരാൻ പാടില്ല. മറിച്ച് അവിടെ എന്ത് ചെയ്യണം, ബാഗുകൾ വെക്കണം. അപ്പൊ ഈ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ഓരോ ഏരിയയിലും അല്ലെങ്കിൽ ഈ തുണിത്തരങ്ങൾ യൂസ് ചെയ്യുന്ന ഓരോ ഏരിയയിലും അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അതിൻ്റെതായ ബോക്സ്, ഇപ്പൊ യൂസ്ഡ് ആയിട്ടുള്ള അതെ യൂസ്ഡ് ആയിട്ടുള്ള ഈ തുണികൾ ഇടാൻ വേണ്ടിയിട്ട് ബോക്സുകളോ ബാസ്കറ്റുകളോ ബാഗോ കാര്യങ്ങളോ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അവിടെ വെച്ചിട്ടുണ്ടാവും. അല്ലാത്ത ഒരു താഴെയൊന്നും അവിടെ ഇവിടെ ഒന്ന് വലിച്ചെറിയാനോ താഴെയൊന്നും നിൽക്കുന്നു ഇടാനോ ഒന്നും പാടില്ല. മറിച്ച് അതിൻ്റെതായ ബോക്സിലോ ബാഗുകളിലോ ഒക്കെ ആയിട്ട് സൂക്ഷിച്ചായിരിക്കണം എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്തിരിക്കേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ഇവിടെ പറയുന്ന കാര്യം, ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ, കറ പറ്റിയതോ യൂസ്ഡ് ആയിട്ടുള്ള ഈ തുണിത്തരങ്ങളൊക്കെ ഒരിക്കലും ഈ ജീവനക്കാർ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരാത്ത രീതിയിൽ ബാഗുകളിലാക്കി ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. മൂന്നാമത്തത്, സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലിനൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. എന്ത് വേണം, സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറ പറ്റിയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള തുണിത്തരങ്ങള് വേറെ സ്റ്റോർ ചെയ്യണം. ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറീസ് സെപ്പറേറ്റ് ആയിട്ട്, അതും രണ്ട് രീതിയിൽ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം. നാലാമത്, പെർഫോം ഹാൻഡ് ഹൈജീൻ. ഈ പറയുന്ന ജീവനക്കാർ അവരുടെ ഹാൻഡ് ഹൈജീൻ, കൈയുടെ ശുചിത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈ ശുചിത്വം വ്യക്തമായിട്ട് അവരെന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കൈ വൃത്തിയായിട്ട് കൃത്യമായിട്ട് കൈകൾ വാഷ് ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. അതുപോലെ ഗ്ലൗസുകൾ ധരിക്കുകയും വേണം. അഞ്ചാമത്, പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്. എങ്ങനെ ശരിയായി ലോണ്ടറീസിന് ഈ തുണിത്തരങ്ങളെ കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ശരിയായ ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ ഈ പറയുന്ന ഓരോ ജീവനക്കാർക്കും പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക. അപ്പൊ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, ഒരു ബോധം അല്ലെങ്കിൽ ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് വഴി അത് കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ 5 പോയിന്റ്സ് ആണ് നമ്മൾ അവിടുത്തെ ജീവനക്കാരുടെ സേഫ്റ്റി പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട കോമൺ പ്രാക്ടീസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. രണ്ടാമത് പറഞ്ഞത് ഇങ്ങനെ സ്റ്റെയിൻഡ് ആയിട്ടുള്ളവയാവാം അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ബാഗുകളിൽ കളക്ട് ചെയ്ത് കൊണ്ടുവരിക. മൂന്നാമതായി പറയുന്നത്, സ്റ്റെയിൻഡ് അല്ലെങ്കിൽ കറ പറ്റിയിട്ടുള്ള അങ്ങനെയുള്ള തുണിത്തരങ്ങൾ വേറെ സ്റ്റോർ ചെയ്യുക, ക്ലീൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ വേറെ സ്റ്റോർ ചെയ്യുക. നാലാമത് പറയുന്നത്, അവരുടെ ഹാൻഡ് ഹൈജീൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായിട്ടും അവര് എന്ത് ചെയ്യണം, സൂക്ഷിക്കണം അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻസ് കൃത്യമായിട്ട് അവർ ചെയ്തിരിക്കണം. അഞ്ചാമതായി പറയുന്നത്, അവർക്ക് ഈ പറയുന്ന ലോണ്ടറി അല്ലെങ്കിൽ ലിനൻ മെറ്റീരിയൽസ് ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ? 5 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഈ സോയിൽഡ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഇങ്ങനെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ നമ്മൾ എങ്ങനെ പ്രോസസ്സിംഗ് ചെയ്യണം? ഈ പറയുന്ന ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പ്രധാന ലോണ്ടറി സൈക്കിൾ ആണ് ഈ പറയുന്ന ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിലുള്ള പ്രോസസ്സുകളിലൂടെയാണ് ഒരു യൂസ്ഡ് ആയിട്ടുള്ള ലിനൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ പ്രോസസ്സുകളിലൂടെയും കടന്നു പോയിട്ടാണ് അത് ക്ലീൻ ചെയ്ത് അതാത് സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് കേട്ടോ. ഈ പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ആ ഒരു സ്റ്റെപ്പ്
സ്റ്റെപ്പുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ആ ഒരു സൈക്കിൾ നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം സൈക്കിളില് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗം വിട്ടു തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ട് അതിൽ കറക്റ്റ് ആയിട്ട് ഫ്ലോ ചാർട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ചോദിക്കാം. അങ്ങനെയൊക്കെ പല രീതിയിൽ ഈ ഒരു ഫ്ലോ ചാർട്ട്, ഈ ഒരു സൈക്കിളിൽ നിന്ന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രോസസിംഗ് ഓഫ് സോയിൽ ഡിലിന്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതൊരു പോയിന്റ് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ് സ്റ്റെപ്പ് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നോക്കി, ഫസ്റ്റ് വണ്ണാണ് സോർട്ടിങ് അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആ ഒരു ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സാധനങ്ങൾ, തുണിത്തരങ്ങൾ, യൂസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. നോക്കിയേ, യൂസ്ഡ് ലിനൻ ഷുഡ് ബി കളക്ടഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിച്ചതായിട്ടുള്ള ഈ തുണിത്തരങ്ങള് കളക്ട് ചെയ്യുന്നു ആൻഡ് സെപ്പറേറ്റ്, അത് എന്ത് ചെയ്യുന്നു, വേർതിരിക്കുന്നു അല്ലെങ്കിൽ തരംതിരിക്കുന്നു അല്ലെ. ലിനൻ tainted with body fluids should be kept separately. Tainted എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആവുക. ലിനൻസ് tainted with the body fluids, ബോഡി ഫ്ലൂയിഡ്സ് വഴി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, should be kept separately. അത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, വയ്ക്കുന്നു. ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് വഴി കറക്റ്റ് ചെയ്താവാം, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വഴി അല്ലെങ്കിൽ ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരുമിച്ചിട്ടല്ല പ്രോസസ്സിംഗ് ചെയ്യുന്നത്. അതൊക്കെ അതിൻ്റെതായ സെപ്പറേറ്റ് ആയിട്ടാണ് അതെല്ലാം പ്രോസസ്സിംഗ് ചെയ്യുന്നത്. സാധാരണ യൂസ്ഡ് ആയിട്ടുള്ള ലിനൻസ് ഒരുമിച്ചിടുന്നു, അതുപോലെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോയിൽഡ് ലിനൻസ് വേറെ ഇടുന്നു, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് മാറ്റിയിടുന്നു. അങ്ങനെ ഓരോന്നും അതിൻ്റെതായ രീതിയിലുള്ള പ്രോസസ്സിംഗ് എല്ലാം ഇത് തന്നെ, പക്ഷെ അത് ഒരുമിച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ യൂസ്ഡ് ആയിട്ടുള്ള ലിനൻസ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അത് ഓരോരോ രീതിക്ക് അനുസരിച്ച് തരം തിരിച്ച് മാറ്റുന്നു. അതാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അല്ലെ, ചെറിയ രീതിയിൽ കഴുകി ഡിസ്ഇൻഫെക്റ്റ് അണുവിമുക്തമാക്കുന്ന പ്രക്രിയ. നോക്കിയേ, ഇൻഫെക്റ്റഡ് ഓർ tainted linen after soaking in 0.5% bleaching solution for 30 minutes should be washed with water and detergent before washing. ഈ സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള ഒരു വാഷിംഗ് പ്രോസസ് അല്ല, മറിച്ച് അവിടെ എന്താ ചെയ്യുന്നത്, അവിടെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങൾ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യാണ്, അണുവിമുക്തമാക്കുന്ന പ്രോസസ് ആണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഈ തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്തിടുന്നു, അല്ലെങ്കിൽ കുതിർത്തി അല്ലെങ്കിൽ മുക്കിയിടുന്നു. ഒരു 30 മിനിറ്റ് ഒരു 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ ഈ പറയുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതാവാം, കറ പറ്റിയിട്ടുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളെ മുക്കിയിട്ട് അല്ലെങ്കിൽ സോക്ക് ചെയ്ത് ഇടുന്നുണ്ട്. ഈ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എടുത്ത് വെള്ളവും ഡിറ്റർജന്റും ഉപയോഗിച്ച് കഴുകി ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത് വൃത്തിയാക്കുന്നു. അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടുള്ള വാഷിംഗ് പ്രോസസ്സിലേക്ക് ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ മെയിൻ വാഷിംഗ് പ്രോസസ്സിന് മുൻപ് നമ്മൾ അത് എന്ത് ചെയ്യുന്നു, കറകൾ പറ്റിയിട്ടുണ്ടെങ്കിലോ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലോ ഒക്കെ അതിങ്ങനെ ബ്ലീച്ചിങ് സൊല്യൂഷനിൽ മുക്കി ഒരു 30 മിനിറ്റ് മുക്കിയിട്ടതിന് ശേഷം ഡിറ്റർജന്റുകൾ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതിനു ശേഷമായിരിക്കും മെയിൻ ആയിട്ടുള്ള വാഷിംഗ് പ്രോസസ്സിലേക്ക് കൊടുക്കുന്നത്. Then the soiled linen should be bundled and an entry should be made. ഇനി എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സോയിൽഡ് ലിനൻ എന്ത് ചെയ്യുന്നു, ബണ്ടിലാക്കിയിട്ടുന്നു. And the infected linen should be accounted for and handed over separately. ഇങ്ങനെ സോയിൽഡ് അല്ലെങ്കിൽ സ്റ്റെയിൻ പറ്റിയിട്ടുള്ള ഇങ്ങനെയുള്ള തുണിത്തരങ്ങളായാലും എന്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളായാലും അതിൻ്റെതായ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് കെട്ടി എന്ത് ചെയ്യുന്നു, ടൈ ചെയ്ത് ബണ്ടിലാക്കി വെക്കുന്നു. എന്നിട്ടാണ് ഓരോന്നും എന്ത് ചെയ്യുന്നു, വാഷിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു. And at this stage the linen should also be inspected for tears and damage. ഈ സമയത്ത് നമ്മൾ ആ ഒരു തുണിത്തരങ്ങളിൽ എന്തെങ്കിലും കേടുപാടുകളുണ്ടോ, ഡാമേജുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടീയേഴ്സ് അല്ലെങ്കിൽ പിന്നലുകൾ വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം ഈ സമയത്താണ് നമ്മൾ പരിശോധിക്കുന്നത്. ക്ലിയർ ആയോ? രണ്ട് സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. സോർട്ടിംഗ് പറഞ്ഞു, സോർട്ടിംഗ് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും തുണിത്തരങ്ങൾ കളക്ട് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് മാറ്റി വെക്കുന്നു, സോയിൽഡ് ആയിട്ടുള്ളത് മാറ്റി വെക്കുന്നു, അങ്ങനെ ഓരോന്നും ഡിഫറെന്റ് ആയിട്ട് വേർതിരിച്ച് വെക്കുന്നു. സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, ഡിസ്ഇൻഫെക്റ്റ് അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ ഒരു 30 മിനിറ്റ് എന്ത് ചെയ്യും,
സോക്ക് ചെയ്ത് വെക്കുന്നു, അതിനുശേഷം അത് ഡിറ്റർജന്റ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു, ദെൻ അതിനുശേഷം അത് ബണ്ടിലുകളാക്കി കെട്ടിവെച്ച് സെപ്പറേറ്റ് ആയിട്ട് വാഷിങ്ങിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ അല്ലെങ്കിൽ പിന്നലുകൾ വന്നിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ 2 സ്റ്റെപ്പ്? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത്രയും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.